രാഷ്ട്രീയത്തിലെ അധികായൻ കെ.എൻ. മാണി ഓർമ്മയായി. ഇന്ന് വൈകിട്ട് 4:57 മരണം. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ദീർഘകാലമായി ആസ്മയ്ക്ക് ചികിത്സയിലായിരുന്നു അദ്ദേഹം. ആശുപത്രിയിൽ എത്തുമ്പോൾ ശ്വാസകോശ അണുബാധയും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആരോഗ്യനില അല്പം മെച്ചപ്പെട്ടിരുന്നുവെങ്കിലും ഉച്ചയ്ക്ക് 3 മണിയോടെ നില ഗുരുതരമായി. ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും കുറയുകയായിരുന്നു. വൃക്കകൾ തകരാറിലായതിനാൽ ഡയാലിസിസ് തുടരുകയായിരുന്നു. മരണസമയത്ത് മകൻ ജോസ് കെ മാണി അടക്കമുള്ളവർ മാണിക്കൊപ്പം ഉണ്ടായിരുന്നു. അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നതിനാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലും കെ.എം. മാണി പങ്കെടുത്തിരുന്നില്ല. UDF സർക്കാരിൽ ധനകാര്യമന്ത്രിയായിരുന്ന കെ.എം. മാണി ഏറ്റവും അധികം തവണ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി കൂടിയാണ്. കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപള്ളിയിൽ കർഷക ദമ്പതികളായ തോമസ് മാണിയുടെയും ഏലിയാമ്മയുടെയും മകനായി 1933 ജനുവരി 30 ജനിച്ച കരിങ്ങോഴക്കൽ മാണിയാണ് ആദ്യ കെ.എം. മാണിയായും പതുക്കെ മലയാളികളുടെ മൊത്തം മാണി സാറായും വളർന്നത്. പാലാ സെന്റ് തോമസ് സ്കൂളിലെ വിദ്യാഭ്യാസ കാലത്ത് തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള സമരത്തിൽ പങ്കെടുത്താണ് കെ.എം. മാണി സംഭവബഹുലമായ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത്. രാഷ്ട്രീയത്തിലുടനീളം കർഷകരുടെ ശബ്ദമായിരുന്നു കെ.എം. മാണി. മധ്യ തിരുവിതാംകൂറിലെ വികസന പ്രവർത്തനങ്ങൾക്ക് അടിത്തറയിട്ടത് കെ.എം. മാണിയിലൂടെയായിരുന്നു. ഇലക്കാട് മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റായാണ് അധികാര രാഷ്ട്രീയത്തിൽ ഹരിശ്രീ കുറിച്ചത്. 1959 KPCC അംഗമായ കെ.എം. മാണി വൈകാതെ കോട്ടയം DCC ജനറൽ സെക്രട്ടറിയുമായി. ടി ചാക്കോയുടെ മരണത്തിനു പിന്നാലെ ചാക്കോയുടെ കോൺഗ്രസ് നീതി പുലർത്തിയില്ലെന്ന് ആരോപിച്ച് 1964 ഒക്ടോബർ 9 കേരള കോൺഗ്രസ് തിരുനക്കര മൈതാനിയിൽ തിരികൊളുത്തുമ്പോൾ ജില്ലാ പ്രസിഡന്റായിരുന്ന കെ.എം. മാണി കോട്ടയം DCCയെ പൂർണ്ണമാക്കി കേരള കോൺഗ്രസ് ആക്കി. അങ്ങനെ കേരള രാഷ്ട്രീയത്തിന്റെ ഭാഗതയെ മാറ്റിക്കുറിച്ച കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവുമായി കെ.എം. മാണി. കേരള രാഷ്ട്രീയത്തിലെ അധികായന് കണ്ണീർ പ്രണാമം. ന്യൂസ് ഡെസ്ക്, ബിഗ് 14.